ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ കെ പ്രകാശ് ബാബു പറഞ്ഞത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ കുറിച്ചാണ്. ആ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നുള്ള വാചകമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് താങ്കൾ അംഗീകരിക്കുകയും ചെയ്തു. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ട കാഴ്ച ഇതാണ്, അത് ഞാൻ ഇന്നും ഇന്നലെയും നാളെയും അത് തന്നെ പറയും. അതിനുശേഷം മറുഭാഗത്ത് വണ്ടി പോയതിനു ശേഷം നടക്കുന്ന പൂച്ചെട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടുമൊക്കെയുള്ള അടി ചേർന്ന ആ ക്രിമിനൽ ആക്ടിവിറ്റിയെയാണ് പ്രകാശ് ബാബു വിമർശിച്ചിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നുമുണ്ട്. ഇവിടെ എൻ്റെ ചോദ്യം, CPIയുടെ മന്ത്രിമാർ തുറന്നെതിർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ LDF യോഗത്തിൽ തുറന്നെതിർക്കേണ്ട ഒരു കാര്യം, അവിടെയൊന്നും ഈ രീതിയിൽ ചർച്ചയാകാതിരിക്കുകയും കെ പ്രകാശ് ബാബുവിനെ പോലെ മുതിർന്ന ഒരു CPI നേതാവ് പുറത്ത് ഇക്കാര്യത്തിൽ തുറന്ന വിമർശനം ഉന്നയിക്കുന്നതിന്റെയും ലക്ഷ്യം എന്തായിരിക്കും? അല്ല, അവിടെ കേസെടുത്ത് പോലും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പറയുന്ന 10-16 പേരുടെ പേര് കേസെടുത്തു, ഒരു 10-16 ദിവസം ജയിലിൽ കിടന്നൊന്നും ഒരു അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ബോധ്യമാകും സർക്കാർ പറഞ്ഞെടുത്താൽ ന്യായമുള്ളത്. CPIയുടെ മന്ത്രിമാരടക്കം യാത്ര ചെയ്യുന്നൊരു വാഹനം അതിന്റെ മുന്നിലേക്ക് എടുത്തി ആടുക, ആ വാഹനം തെന്നി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ ആർക്കാണ് പെരുക്ക് പറ്റുക? അതെല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ലേ? കേരളം മുഴുവൻ അങ്ങനെ വണ്ടിയുടെ മുന്നിലേക്ക് ആളുകൾ എടുത്തു ചാടുന്ന ഒരു സമരരൂപം KPCC തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ചാടി വരെ പിടിച്ചു മാറ്റിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി ശരിയായി പറഞ്ഞു. അവരവിടെ കരിങ്കൊടിയാണ് കാണിച്ചത്. ശ്രീ അനിൽകുമാർ, കരിങ്കൊടി കാണിക്കാനല്ലേ അവർ വന്നത്, അല്ലാതെ അവർ ആത്മഹത്യക്ക് വന്നതൊന്നുമല്ലല്ലോ. കരിങ്കൊടി കാണിച്ചു ഇവരെ പിടിച്ചു മാറ്റി തല തല്ലി പൊട്ടിച്ചു. അതാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ അവിടെ നടന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുമല്ലോ. കേരളത്തിലുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കിയതുപോലെ CPIയുടെ താങ്കൾ പറഞ്ഞതുപോലെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ കെ പ്രകാശ് ബാബു ഇതൊന്നും അറിഞ്ഞില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതല്ല സുജയ്, ഇതിനെ രണ്ട് സംഭവമാക്കി കാണണ്ട, ഒറ്റ സംഭവമാക്കി കണ്ടാൽ മതി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക്, മന്ത്രിമാരുടെ വാഹനത്തിന് മുന്നിലേക്ക് ചെല്ലെടുത്തി ചാടുന്നു. അത് ഞങ്ങളുടെ പിള്ളേരല്ല ചാടുന്നത്, അവർ ചത്താൽ നിങ്ങൾക്ക് തന്നെ. ആരാ ചോദിച്ചത്? കെ സുധാകരൻ. ഞങ്ങളുടെ പിള്ളേർ വണ്ടിയുടെ മുന്നിൽ ചാടി നവകേരള ബസ്സിന് മുന്നിൽ ഞങ്ങൾക്കൊരു 4 ലക്ഷസാക്ഷി കിട്ടിയാൽ ലോട്ടറി അടിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ചിലപ്പോൾ കൂടോത്രം നടത്തുന്നവർ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത് കാണും. ആ വണ്ടിയുടെ ചോട്ടി ചാടിയിട്ട് ആരെങ്കിലും ചത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി കസേര കിട്ടും. പ്രതിപക്ഷ കേരളത്തിന്റെ KPCC പ്രസിഡന്റ് പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങളുടെ പിള്ളേരല്ലേ ചാടുന്നത്. അപ്പൊ അവരെ രക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ആ രക്ഷാപ്രവർത്തനം മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. നിയമവിരുദ്ധമായി നടന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് കേരള സർക്കാർ പച്ചക്കൊടി കാണിച്ചില്ല, നടപടി എടുക്കാതിരുന്നിട്ടുമില്ല. തുടർന്നുണ്ടായ കാര്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ വണ്ടിക്കെതിരെ ചെരുപ്പറിഞ്ഞു. ആ ഒരു ചെരുപ്പെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രം എതിരെയുള്ളതല്ല, എല്ലാ മന്ത്രിമാർക്കെതിരെയുള്ളതാണ്. തങ്ങളുടെ മന്ത്രിമാർക്കുമെതിരെയും വന്ന ചെരുപ്പാണ് എന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അഭിമുഖത്തിൽ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ വിട്ടുപോയി കാണും. അത് ചോദിച്ചു കഴിയുമ്പോൾ വ്യക്തമായും ആ ചെരുപ്പ് മുഖ്യമന്ത്രിക്കുള്ള മാത്രമുള്ള ചെരുപ്പാണ്, ഞങ്ങളുടെ മന്ത്രിമാർക്ക് ബാധകമല്ല എന്നാരെങ്കിലും പറയുമോ? ഓക്കെ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി പ്രകാശ് ബാബു പറയുന്നുണ്ട്. അതായത് EP ജയരാജൻ BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ഒരു മുന്നണിയുടെ നേതാവെന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ആ അഭിപ്രായം താങ്കൾക്കുമില്ലേ? അല്ല, ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു വാക്ക് വായിൽ നിന്ന് വീണുപോയാൽ അത് ഒരു രാഷ്ട്രീയ നിലപാടെന്ന് ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ശശി തരൂരിനെ കുറിച്ച് പറയുമ്പോൾ ശശി തരൂർ ചില സന്ദർഭങ്ങളിൽ പോസിറ്റീവ് നിലപാടെടുത്തു. അത് ശശി തരൂരിന് പിന്തുണയാണോ? എതിർ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് ഒരു മുന്നണിയുടെ കൺവീനർ പറയുമ്പോൾ അതിൽ അങ്ങേക്ക് തെറ്റ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലല്ല, ഞാൻ തെറ്റും ശരിയും അല്ല പറഞ്ഞത്. അത് രാഷ്ട്രീയ നിലപാടല്ല എന്നാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്. കൺവീനർ അല്ലേ പറയുന്നത്? കൺവീനർ പറയുന്നത് രാഷ്ട്രീയ നിലപാടല്ലാതെ സാംസ്കാരിക നിലപാടാകുമോ? അത് സുജയ്ക്ക് പറ്റിയ തെറ്റാണ്. എന്താണെന്നറിയോ? LDF എന്നൊരു മുന്നണി സംവിധാനമാണ്. CPM ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPMന്റെ രാഷ്ട്രീയ നിലപാട് പറയുന്ന ആരാണ്? പാർട്ടി സെക്രട്ടറിയാണ്. മുന്നണിയുടെ LDFന്റെ കൺവീനർ നേരിട്ട് ഏറ്റുമുട്ടുന്ന, ഇപ്പോൾ 11 സീറ്റുകളിൽ, നിയമസഭാ സീറ്റുകളിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള, തൃശ്ശൂരിൽ ജയിച്ച BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതൊക്കെ ഇപ്പുറത്ത് വോട്ടായി മാറിയത് കണ്ടില്ലേ? അല്ലല്ല, അവിടെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്ന വ്യക്തത വരുത്തേണ്ടതുണ്ട്. മുന്നണി യോഗം ചേർന്ന് പുറത്തു പറയാൻ കൺവീനറെ ചുമതലപ്പെടുത്തുന്ന കാര്യമാണ് മുന്നണി യോഗത്തിന് ശേഷം കൺവീനർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുന്നണിക്ക് ദോഷം ചെയ്ത ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അപഗ്രഥനമായിട്ടാണോ കാണുന്നത്?
അല്ല, രാഷ്ട്രീയ നിലപാടല്ല എന്ന് വ്യക്തതയോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് പാർട്ടി നിലപാട്. ഓക്കെ, ഇ പി ജയരാജൻ പറഞ്ഞത് രാഷ്ട്രീയ നിലപാടല്ല എന്നതാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആർ ശ്രീജിത്ത്,